ഹലോ ഓൾ, വെൽക്കം ടു ഷീറൈസ് സ്റ്റോറീസ്. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ്. ഈ ഒരു വിഷയം ഞാനിപ്പം ഇടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലർ പറയാറുണ്ട്, അയ്യോ ഞാനൊന്നും അല്ല, മറ്റുള്ളവരെ തന്നെ വലിയ വില മതിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ ചെറുതാണ്, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. അത് നമ്മളെ വളരെയധികം നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളെ വിലമതിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഇഷ്ടമുള്ളൊരു കാര്യം എന്നതിലുപരി നമുക്ക് നമ്മളെ തന്നെ ഒരു എന്താ പറയുക, നമ്മളെ തന്നെ ഒരു വാല്യൂ ഉണ്ടാവും നമുക്ക് തന്നെ. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്ന ആളാണ് നമ്മൾ തന്നെ. അപ്പം നമ്മളാദ്യം നമ്മളെ വിലമതിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരാളോട് പറഞ്ഞ് ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നമ്മളൊരാളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല കാര്യം. മറ്റുള്ളവർക്ക് തോന്നിയിട്ട് അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, അതിലല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് നമ്മൾ പിടിച്ചു വാങ്ങിയിട്ട് കാര്യമില്ല. അതിന് ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഒന്നാമത്തെ മെയിൻ കാര്യം. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചും റെസ്പെക്റ്റ് കിട്ടുന്നത്. പിന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വായി തോന്നിയിട്ടുള്ള എന്തും വിളിച്ച് പറയാമെന്നുള്ള ആ ഒരു രീതി നമ്മൾ അവസാനിപ്പിക്കുക. ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ആ ഒരു രീതി നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. പിന്നെ അത് വിചാരിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്താലേ നമുക്ക് റെസ്പെക്റ്റ് കിട്ടുള്ളൂ എന്നുള്ളത് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ നോ പറയാൻ വേണ്ടി മടിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണോ നമുക്ക് നോ പറയേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നോ പറഞ്ഞിരിക്കണം. അത് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള വിൽ പവർ നമുക്ക് വേണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് വേണം. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ എങ്ങനെയാണ് ആർജിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒബ്സർവേഷൻ ഒരു നല്ലൊരു കാര്യമാണ്. നമ്മൾ ചുറ്റുമുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യാം, അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അത് നമുക്ക് ഏത് തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്, വളരെ ബാഡായിട്ടാണോ, അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ചില ആളുകൾ എന്താ പറയുക, ആളും തരവും നോക്കാതെ സംസാരിക്കുക എന്ന് പറഞ്ഞതുപോലെ, ഇപ്പം നമ്മളെക്കാളും പ്രായത്തിന് കൂടിയ ആളുകളായാലും അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രായത്തിന് കുറഞ്ഞ ആളുകളാണെങ്കിലും ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം കുറേ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവരൊക്കെ എന്തോ ഒന്നിനും പോരാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒന്നും കഴിവുകളില്ല, ഞാൻ ഭയങ്കര സംഭവമാണ്, എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, എനിക്ക് കുറേ ഹോൾഡ് ഉണ്ട് എന്നുള്ളൊരു അഹങ്കാര ഭാവം എപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ എൻ്റെ മക്കളെ അടക്കം. ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്ന സമയത്ത് അത് നമ്മളാദ്യം അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാനിത് നിങ്ങളെ ഉപദേശിക്കണമെങ്കിൽ ഞാനതെൻ്റെ ജീവിതത്തിൽ ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. അപ്പം നമ്മളാദ്യം ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, നമ്മൾ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുക, മറ്റുള്ളവരുടെ അടുത്ത് അതിനുശേഷം സംസാരിക്കാം. അപ്പം നോ പറയേണ്ട സമയത്ത് നമുക്ക് നോ പറയാൻ നമുക്ക് പറ്റും, അങ്ങനെയാണെങ്കിൽ. അപ്പം നമുക്ക് ഫീൽ ചെയ്ത് വളരെ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും കേട്ടോ എന്ന് പറയുകയും ചെയ്യും. അതേ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവനും അങ്ങനെയാണെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ സിൻസിയറായിട്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അല്ലെങ്കിൽ ചെയ്യുമ്പം അത് സിൻസിയറായിട്ട് ചെയ്യാം. എന്തിനെങ്കിലും വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ വളരെയധികം സിൻസിയറായിട്ടിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ നമ്മൾ ഹെൽപ്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ്. ഹെൽപ്ഫുള്ളായിരിക്കുക എന്നുള്ളത് നമ്മൾ എന്താ പറയുക, ഞാനിപ്പം കുറേ പൈസ കൊടുത്തിട്ട് ഒരാളെ സഹായിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാൾക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അവർ ചോദിക്കുകയാണെങ്കിൽ ഞാനെന്തിനാ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പം
ഇതേപോലെയുള്ളൊരു ഹെൽപ്പ് നാളെ നമുക്ക് ആവശ്യം വരും. നമ്മളാരും എല്ലാം തികഞ്ഞ ആളുകളല്ല. അപ്പം നമുക്കിതേപോലെ ഒരു ഹെൽപ്പ് വേണ്ട സമയത്ത് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമുക്കത് തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഞാൻ ആർക്കും ഹെൽപ്പ് ചെയ്യൂല, പക്ഷേ മറ്റുള്ളവരെല്ലാവരും എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും ശരിയല്ല. പിന്നെ നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് നമ്മൾ അംഗീകരിക്കാനായിട്ട് തയ്യാറാവണം. തെറ്റല്ല എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടെ നമുക്ക് വേണം. അല്ലാതെ ഞാൻ ചെയ്യുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ പറയുന്നതും എല്ലാം ശരിയാണ്, മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ശരിയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിനും കൂടുതൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാനും അവരെ വിഷമങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് കേൾക്കാനും തയ്യാറാവണം. നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ജാതിയോ അല്ലെങ്കിൽ മതമോ ഭാഷയോ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയോ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആരോട് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, എത്ര നേരം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. മനസ്സിലായില്ലേ? അപ്പം മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ പെരുമാറ്റ രീതി, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പം അവർ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുള്ള രീതിയായിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത്, മറ്റുള്ളവരെ കേൾക്കുന്നത് നമുക്കും എപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡെഡിക്കേറ്റഡായിട്ട് എന്താ പറയുക, വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഇത്ര ഉൾപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ വലിയൊരു വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അതാവുമ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോസും തീർച്ചയായിട്ടും വരുന്നതാണ്. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടണം. കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കുള്ളൊരു പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ ഉൾപ്പെടുത്തുക. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഇടണം. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.